അസ്സലാമലൈക്കും. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ ഒക്കെ വൈകിയല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ഒന്നിനൊരു ഇതില്ലാത്ത അവസ്ഥയായിപ്പോയി. മോനക്ക് വയ്യാതായപ്പോട്ടെ ഇങ്ങനെ അങ്ങനെ മോനൂസ് ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ കുറച്ച് നേരത്തേക്കൂന്നല്ല അല്ലാണ്ട് വിഷമിച്ചു പോയി. അവൻ്റെ അവസ്ഥ ഉണ്ട് കേട്ടോ. വളരെയധികം ടെൻഷനായി. മോനെ കളിക്കാനൊക്കെ തുടങ്ങി. ഭയങ്കര ക്ഷീണം ഉണ്ടാവും. വല്ലാണ്ട് ക്ഷീണം കാര്യങ്ങളൊക്കെ. ക്ഷീണം മാറി കിട്ടണമെങ്കിൽ ദിവസങ്ങളെടുക്കും. ഒരു ദിവസം ഞാൻ അങ്ങാടിയിൽ പോയപ്പോൾ കളിച്ചോട്ടം കഴിച്ചിട്ട് വാങ്ങിച്ചതാട്ടോ ഈ കട്ട. കുറച്ച് നേരമൊക്കെ ഇതിനൊക്കെ ഇരുന്ന് കളിക്കും. അതോ ബേഗിന്റെ മുകളിൽ കേറില്ലേ. അതിങ്ങനെ അന്ന് ഈ ഹോസ്പിറ്റലിലത്തെ അവസ്ഥ അങ്ങനെ അവന് പനിയായതുകൊണ്ട് ചോറ് ഇങ്ങനെ കഴിക്കണില്ല. അപ്പോൾ അവന് കഞ്ഞി കൊടുക്കുകയാണ്. അതിന് ചെറിയ അരി വാങ്ങിയിട്ട് കഞ്ഞി ഉണ്ടാക്കി. അപ്പോൾ അത് കോരി കൊടുക്കുകയാണ് മോളൂസിനും. അപ്പോൾ മോളൂസിന് പിന്നെ കഞ്ഞി മതി. അങ്ങനെ കുറച്ച് ദിവസത്തൊക്കെ ആകെ ടയേർഡായി പോയിട്ടുണ്ട് കേട്ടോ. നല്ലോണം എന്താ പറയുക, തളർന്ന് ക്ഷീണിച്ച് പോയി. വല്ലാണ്ട് ടയേർഡായിപ്പോയി. പാവം. ഞാൻ അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. അവൻ തളർന്ന് വീണപ്പോൾ ഇത് പ്രതീക്ഷിക്കാനില്ലല്ലോ. കളിച്ച് ചിരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലല്ലേ. നമുക്ക് പറയാൻ വയ്യ എന്താ എപ്പോഴാന്നൊക്കെ, എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ ഉള്ള. ഈ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കഴിയുന്നതും നമ്മളപ്പോൾ ഉള്ളവരെ സ്നേഹിക്കുക, സംരക്ഷിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് തന്നെ എപ്പോഴെന്താ സംഭവിക്കാന്നൊന്നും പറയാൻ കഴിയില്ല. ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ മോളൂസിന് ഞാൻ കഞ്ഞി കോരി കൊടുത്തു. അവളടുത്ത് ഞാൻ കുറേ ചോദിച്ചു, ഞാൻ കോരി തരട്ടെ. കോരി വേണ്ട വേണ്ട ഞാൻ കുടിച്ചുകൊണ്ട് വന്നു. പിന്നെ കോരി കൊടുത്തപ്പോൾ സമ്മതിച്ചു. നെറ്റുണ്ട് നെറ്റ്. അങ്ങനെ ഉമ്മച്ചീൻ്റെ ഹാലാണിത്. അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മ ഇങ്ങനെ. അപ്പോൾ എല്ലാം കൂടിയിട്ട് എന്താ പറയുക, എല്ലാം കൂടി വല്ലാത്തൊരു മനോവ്യവസ്ഥ തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലേ പഠിച്ചവൻ്റെ ഓരോരോ പരീക്ഷണങ്ങൾ. അപ്പോൾ ഇനി അടുത്ത ക്ലൈമാക്സ് എന്താണെന്ന് കാത്തിരുന്ന് കാണല്ലേ. ഞാൻ ഇടയ്ക്ക് അങ്ങനെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, അടുത്തത് ഇനി എന്തായിരിക്കും. പഠിച്ചവൻ്റെ ഓരോ കളിത്തമാശകൾ.
അപ്പോൾ മക്കളെ ഇത് ചെറിയൊരു വീഡിയോ ഇടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇടാനുള്ളൊരു മൂഡും അവസ്ഥയെല്ലാം അല്ല. പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ വീഡിയോ ഇന്നലെ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. വീഡിയോ അടുത്ത ഇന്നലെ ഇടേണ്ട വീഡിയോ ആണ്. വോയിസ് എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അങ്ങനെ ലൈവ് വീഡിയോ അങ്ങനെ ചെയ്ത് അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഫോണ് ചാർജ് ചെയ്യാൻ വേണ്ടി ചാർജ് ഉണ്ടായിരുന്നില്ല. ചാർജ് ആയപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ വീഡിയോക്ക് വോയിസ് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. നമ്മളെ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഞാൻ വീഡിയോക്ക് വൈൻഡപ്പ് ഒന്നും പറയാറില്ല. സമയം അങ്ങ് പോവും. അവസാനമില്ലല്ലോ. നമ്മളെ വീഡിയോക്ക് എവിടെ അവസാനിക്കണില്ല. എന്താ എവിടെ ഏതാ എങ്ങനെയെന്ന് എൻ്റെ അമ്മക്ക് ഒരു ഓർമ്മയില്ല കേട്ടോ. ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം. കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, എന്താ റബ്ബേ അമ്മച്ചിൻ്റെ അവസ്ഥ. നമ്മളല്ലേ കാണുന്നവർക്കല്ലേ അറിയുള്ളൂ. അല്ലാതെ ഉമ്മാൻ്റെ ഇതൊന്നും ഞാൻ പബ്ലിക്കാക്കി ഇതാക്കുകയല്ല. ഞാൻ അനുഭവിക്കുന്ന ഒരു ഇത് കൂട്ടുകാരെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞെന്നുള്ളൂ. അങ്ങോട്ട് ഇറങ്ങി നോക്കി ഉമ്മാനെ വീഡിയോക്ക് മുന്നിൽ കാട്ടി പരിരക്ഷിക്കുക അങ്ങനൊന്നുമല്ല. അങ്ങനെയൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ട്. അങ്ങനൊന്നുമില്ല കേട്ടോ. നമ്മളതൊരു കണ്ടന്റ് വിഷയമല്ല. ഡൈമയിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുന്നു എന്ന് മാത്രം. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ഉദ്ദേശമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെ വിഷമങ്ങൾ കൂട്ടുകാരായി നിങ്ങളോട് പങ്കുവെച്ചു. ആരെങ്കിലുമൊക്കെ കേൾക്കാനും കാണാനൊക്കെ ഉണ്ടല്ലോ. എന്താ പറയുക, സ്വാതന്ത്ര്യപ്പിക്കാനും കുറേ പേരുണ്ടല്ലോ. അപ്പോൾ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സമാധാനം, സാരമില്ല പോട്ടെ ശരിയാവും, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. അത് എനിക്ക് കേൾക്കുമ്പോൾ ആശ്വാസമാണ്. കമൻറ്റ് കാണുമ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാവരും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഹെൽപ്പും ചെയ്യുക. കഴിയുന്നവർ. അപ്പോൾ ആസ്പത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കാൻ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിന്നോ അഡ്മിറ്റ് ചെയ്തേനെ. പൈസ ഉള്ള സമയത്തൊക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ട് അതിന് ചികിത്സ കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ കഴിയാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ വാടകയ്ക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഉമ്മാനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ കൊടുത്തേനെ. അപ്പം എന്നെക്കൊണ്ട് കഴിയാത്തതുകൊണ്ടാണ്, വേറൊന്നല്ല. അപ്പം അങ്ങനെ ഞാൻ അവിടെ നിന്ന് അങ്ങ് പോന്നു. ഉമ്മ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ദേഷ്യം വരും ആ സമയത്ത്. സ്കൂളിൻ്റെ മുമ്പിലാണ് കേട്ടോ. അവിടെ സ്കൂളും ഉണ്ട്. സ്കൂളത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് നോക്കും, കുശലം ചോദിക്കും. ഉമ്മ അങ്ങോട്ടും കുശലം പറയും. കൊച്ചു കുട്ടികളെ മനസ്സല്ല ഇപ്പോൾ. മക്കളെയും കണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. വല്ലാത്തൊരവസ്ഥയാണ്. എൻ്റെ അമ്മ അങ്ങനെ ഒന്നും ഇരിക്കേണ്ടിയിരുന്ന ആളല്ല. എന്താ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും.